കേരളത്തിൽ വർഗീയത വളർത്താൻ സർവരും ഉപയോഗിക്കുന്നത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയുമാണ്. അക്കാര്യത്തിൽ മറ്റുള്ള മതങ്ങളും അതുപോലെ യുക്തിവാദികളുമെല്ലാം സമമാണ്. കാരണം പഴമില്ലാത്ത മരത്തിലേക്ക് കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ആ ഇനത്തിൽപ്പെട്ടതാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ കഴിഞ്ഞ വർഗീയ പരാമർശം. എന്തായാലും നടേശൻ്റെ ആ പരാമർശത്തിൽ മുസ്ലിങ്ങൾ വ്യാകുലപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ പുള്ളി ഗത്യന്തരമില്ലാതെ പറഞ്ഞു പോകുന്നതാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയേണ്ടി വരും. പുള്ളിയുടെ സാഹചര്യം അങ്ങനെയാണ്, കഷ്ടത്തിലാണ്. എന്തെന്ന് വെച്ചാൽ നിലവിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം വെള്ളാപ്പള്ളി നടേശനെ രണ്ട് തോണിയിൽ കാലുവെക്കുന്ന ഒരു ഗതിയിലാണ് എത്തിയിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ ഒരു നിലപാടിൽ മാത്രം ഉറച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിനില്ല. SNDP എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവായി ഇരിക്കുമ്പോഴും ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ, ദർശനങ്ങൾ, അവരുടെ ചിന്തകൾ, അഭിപ്രായങ്ങൾ അവ ഒട്ടും തന്നെ പാലിക്കാനോ പ്രചരിപ്പിക്കാനോ പ്രഭാഷണം ചെയ്യാനോ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ആ ദർശനം അത്രമേൽ പുണ്യമുള്ളതാണ്. ഭാരതത്തിലുണ്ടായിരുന്ന ജാതി വിവേചനങ്ങൾക്ക് എതിരായിട്ട് നിലകൊണ്ട ഒരു മഹാനാണ് അദ്ദേഹം. എന്നാൽ അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നൊരു വിഭാഗമാണ് ജാതീയ വിവേചനമുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം. ഒരുപക്ഷെ അതിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ടാകും. പക്ഷേ നമ്മുടെ നടേശന് ഇപ്പോൾ നിലനിൽപ്പ് വേണമെങ്കിൽ ഈ ജാതീയ വിവേചനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന BJPയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലകൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വൈരുദ്ധ്യാത്മകമായ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തലയിൽ ചുമന്ന് നടക്കുന്ന ഒരു ഗതിയിലാണ് നമ്മുടെ നടേശനുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ അപ്പോസ്തലനായി അഭിനയിക്കുകയും അതോടൊപ്പം തന്നെ ജാതീയതയുടെ സംരക്ഷകനായി നിലകൊള്ളുകയും ചെയ്യുക എന്നുള്ളത് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. നടേശൻ മലപ്പുറത്തുകാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചോ ഇസ്ലാമിനെ സംബന്ധിച്ചോ വല്ലതും പറയുകയാണെങ്കിൽ അതൊക്കെ ഗുരുവിൻ്റെ ദർശനത്തിന് വിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ടും ബോധ്യപ്പെട്ടുകൊണ്ടും തന്നെയാണ് നടേശൻ അത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത്. നിലവിൽ മുസ്ലിങ്ങളുടെ പ്രത്യുൽപാദന നിരക്ക് 2.3 അതായത് ശരാശരി നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ 3 കുട്ടികൾ പോലും ജനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സമകാലിക കണക്കാണ് ഈ പറയുന്നത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും 12 മക്കളിൽ ഒരാളാണ്. അപ്പോൾ ഈ പ്രത്യുൽപാദന നിരക്കിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സ്വന്തം കുടുംബത്തിലേക്കും പാരമ്പര്യത്തിലേക്കും എന്ന് തിരിച്ചു നോക്കേണ്ടത് നല്ലതായിരുന്നു. പിന്നെ ചോദിക്കാനുണ്ടാവുക ഇങ്ങനെയാണ്, അതായത് മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച് മുസ്ലിങ്ങളുടെ പ്രത്യുൽപാദന നിരക്ക് അല്പം അധികമുണ്ടല്ലോ എന്നാണ്. എന്തായാലും 7ാമനായി ജനിച്ച വെള്ളാപ്പള്ളി നടേശൻ അതുപോലെ 12 മക്കൾക്ക് ജന്മം നൽകാനുണ്ടായിരുന്ന അക്കാലത്തെ സാഹചര്യം അതൊന്നും ഇക്കാലത്തില്ല. അതുകൊണ്ട് താരതമ്യേനയുള്ള കുറവ് എല്ലാ മതങ്ങൾക്കും ബാധിച്ചിട്ടുണ്ട്. ആ കുറവിൽ അല്പം പിന്നോക്കാവസ്ഥ മാത്രമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. അതിനുള്ളൊരു കാരണവുമുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കിയില്ല. അതായത് എന്തുകൊണ്ടാണ് ഒരു 50-100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ 10-12 കുട്ടികളുണ്ടായിരുന്ന ഒരു കുടുംബം എന്നാൽ ഇക്കാലത്ത് 2-3 കുട്ടികൾ മാത്രമായി ചുരുങ്ങിയത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാന കാരണം സ്ത്രീകളുടെ വിദ്യാഭ്യാസവും അവരുടെ ജോലിയുമാണ്. അപ്പോൾ പ്രത്യുൽപാദന നിരക്ക് ഏറ്റവും കുറവുള്ളത് ആരാണോ അത്തരം മതങ്ങളുടെ കുടുംബങ്ങളിൽ വിദ്യാഭ്യാസവും വനിതകളുടെ ജോലിയും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളിലെ ഉയർന്ന ജാതിക്കാരായ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ കുടുംബങ്ങളൊക്കെ
ഇപ്പോൾ പ്രത്യുൽപാദന നിരക്കിൽ അല്പം പിറകോട്ടായത്. മുസ്ലിങ്ങളും വിദ്യാഭ്യാസപരമായി അതുപോലെ സർക്കാർ സർവീസിൽ അവരുടെ പ്രാതിനിധ്യം വർദ്ധിക്കുന്ന തോതനുസരിച്ച് അവരുടെയും പ്രത്യുൽപാദന നിരക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. കേരളത്തിൽ 27% മുസ്ലിങ്ങൾ സംസ്ഥാനത്തെ സർക്കാർ സർവീസിൽ ഉള്ള ആളുകളുടെ കണക്ക് നോക്കുമ്പോൾ അതിൽ കേവലം 13% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾക്കുള്ള സംവരണം പോലും പ്രായോഗികമായി വിജയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. 18% ക്രിസ്ത്യാനികൾ അവരുടെ ജനസംഖ്യയുടെ ആനുപാതിക തോതനുസരിച്ച് അവർ സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കുടുംബങ്ങളിൽ പ്രത്യുൽപാദന നിരക്ക് കുറയും. അത് സ്വാഭാവികമാണ്. കാരണം അവർക്കതിനുള്ള സാഹചര്യമില്ല. കുട്ടികളെ പോറ്റി വളർത്തണമെങ്കിൽ ഒരുപക്ഷെ സർവീസിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ അത് ജോലി നഷ്ടമാകാൻ കാരണമാകും. എന്നാൽ സർക്കാർ സർവീസുകളിൽ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ, അതായത് 27% മുസ്ലിങ്ങൾ 13% മാത്രമാണ് ജോലി മേഖലയിലുള്ളത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് നഷ്ടമായി പോയ 14% തസ്തിക ആരാണോ കൈയടക്കി വെച്ചത് അത് ഹൈന്ദവരിലെ ഉയർന്ന ജാതിക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ ഉയർന്ന ജാതിക്കാരിൽ സ്വാഭാവികമായും പ്രത്യുൽപാദന നിരക്ക് കുറയും. അതുകൊണ്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നടേശൻ മാത്രമല്ല, നടേശന്റെ ആ മനസ്സ് വഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് പറയിക്കാൻ പ്രചോദനം നൽകുന്ന മറ്റു വിഭാഗങ്ങളുണ്ടല്ലോ, അവരൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങളുടെ പ്രത്യുൽപാദന നിരക്ക് മറ്റു മതങ്ങളെപ്പോലെ 1.7 അല്ലെങ്കിൽ 1.9 ഒക്കെ ആയി തീരണമെങ്കിൽ സർക്കാർ സർവീസിൽ മുസ്ലിങ്ങൾക്കും തുല്യമായ ഒരു സാഹചര്യം നൽകുക. അതായത് 27% മുസ്ലിങ്ങൾ സർക്കാർ ജീവനക്കാരിലും 27% മുസ്ലിങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ ആ പ്രത്യുൽപാദനത്തിന്റെ ഈക്വാലിറ്റി ഉണ്ടായിത്തീരും. ഈ ഒരു സൂത്രവാക്യം എന്തുകൊണ്ടാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന് മനസ്സിലാക്കാത്തത്? ഗവൺമെന്റ് ജോലി മേഖലയിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ നമ്മുടെ PSC സ്പെഷ്യൽ നിയമനം നടത്തേണ്ടതുണ്ട്. കാരണം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യാൻ താല്പര്യമുള്ള നല്ല യോഗ്യരായ ഒരുപാട് ചെറുപ്പക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. പല ഓഫീസുകളിൽ പോയാൽ അവിടെയൊന്നും ജീവനക്കാരുടെ അഭാവം വലിയതാണ്. പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല. പകരം രഹസ്യമായി ബാക്ക്ഡോർ പോളിസിയുമുണ്ട്. ഈ രഹസ്യങ്ങളൊക്കെ ആർക്കാണ് അറിയാത്തത്? എന്തിനാണ് ഇതൊക്കെ മറച്ചു വെക്കുന്നത്? അതുകൊണ്ട് ഈ സത്യം മനസ്സിലായാൽ ഒരു നടേശനും ഒരു ശശികലയും ഇങ്ങനെ വർഗീയമായി കുരച്ച് നടക്കുകയില്ല. എന്തായാലും ജാതി മത വിവേചനം പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ സന്യാസം വഹിക്കുന്ന ആ അപ്പോസ്തലൻ ഇതൊന്നും പറയുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ടല്ല, മറ്റാരുടെയൊക്കെയോ പ്രചോദനം കൊണ്ടാണ്. നിരവധി തവണ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കാനുള്ളൊരു കാരണമുണ്ട്. അതായത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം അങ്ങനെയാണ്. അതെന്തെന്ന് വെച്ചാൽ ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചൊരു വാർത്തയുണ്ട്. നമ്മുടെ കർണാടകയിലെ മംഗലാപുരത്തിനടുത്ത് ധർമ്മസ്ഥല എന്ന സ്ഥലത്തെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നടന്ന ഒരു ബലാത്സംഗ പീഡന കൊലപാതക കഥ. അത് ആഗോളതലത്തിൽ വാർത്തയായിരിക്കുകയാണ്. BBC അടക്കം ലോകത്തെ പ്രധാന ചാനലുകളൊക്കെ അത് സംപ്രേഷണം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ പല മത രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരും ലജ്ജിച്ച് തല താഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോഴും അവർ ചാനൽ ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല. കാരണം അവരെ നാണിപ്പിക്കുന്ന വാർത്തയാണിത്. അവർക്കതിന് മറുപടി പറയാൻ സാധ്യമല്ല. അത്രത്തോളം നാണം കെട്ട വൃത്തികേടാണ്, ക്രൂരതയാണ് ആ ക്ഷേത്രത്തിൽ നടന്നത്. അത് 1, 2, 3 ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, നിരവധി വർഷങ്ങളായി തുടർന്നു പോരുന്ന കഥയായിരുന്നത്. എത്രയോ പെൺകുട്ടികളെ, കോളേജിലും സ്കൂളിലും പഠിക്കുന്ന, അതേ പ്രായപൂർത്തി പോലും ആകാത്ത പെൺകുട്ടികളെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവരെ തടഞ്ഞു വെച്ച് അവരെ രഹസ്യമായി വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. പിന്നെ അതീവ രഹസ്യമായി ആ ജഡം
കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടുന്നു. ഈ അടുത്ത കാലത്ത് ഒരു ശുചീകരണ തൊഴിലാളി ഈ വാർത്ത പുറത്ത് വിട്ടപ്പോഴല്ലേ ലോകമറിഞ്ഞത്? അല്ല എങ്കിൽ ഇനിയും എത്ര പെൺകുട്ടികളെ കൊല്ലുമായിരുന്നു? ഉയർന്ന ജാതിക്കാരുടെ മേൽനോട്ടത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് ഇന്നേ വരെ അതിൻ്റെ പ്രതികളെ പിടികൂടാനോ അവർക്ക് വേണ്ട പണിഷ്മെന്റ് നൽകാനോ സാധ്യമായിട്ടില്ല. ഇതാണ് നമ്മുടെ സവർണ മേധാവിത്വത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. ഈ നാണക്കേട് വാർത്ത ലോകത്ത് ചർച്ചയായിട്ടുണ്ടെങ്കിൽ അത് ഈ ജാതി മേൽക്കോയ്മയുടെ മേധാവികൾക്ക് വളരെ വലിയ പരാജയമാണ്, നാണക്കേടാണ്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ മലയാളികളുടെ മനസ്സ് മറ്റു ദിശയിലേക്ക് സഞ്ചരിപ്പിക്കണം, തിരിച്ചുവിടണം. അതിനുവേണ്ടി കണ്ടെത്തിയ ഒരു ഫോർമുലയാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നത്. എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ചർച്ച ആ നിലയ്ക്ക് തുടരും. അപ്പോൾ സ്വാഭാവികമായും ധർമ്മസ്ഥലയിലെ ആ ചർച്ച അങ്ങ് മൂടിവെക്കപ്പെടും. നിങ്ങൾ അറിഞ്ഞിരിക്കും, ഇപ്പോൾ സൗമ്യലത എന്ന IPS ഈ ധർമ്മസ്ഥല സംഭവത്തിൻ്റെ അന്വേഷണ ചുമതലയുള്ള ആളായിരുന്നു. അദ്ദേഹം പോലും ഈ അന്വേഷണത്തിൽ നിന്ന് അതീവ തന്ത്രപരമായി ഒഴിഞ്ഞു മാറിയ സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അത്രമാത്രം ഗുരുതരമായ പ്രശ്നമാണ് ഈ കാണുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയോ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ഒന്നും ഇടപെടുന്നില്ല, ആരും മിണ്ടുന്നില്ല, മൗനം പാലിക്കുകയാണ്. കാരണം ഏകദേശം 485-ലധികം പെൺകുട്ടികളെ കൊന്നുകുഴിച്ചു മൂടി എന്നൊക്കെയാണ് വാർത്ത കേൾക്കുന്നത്. ഈ ഒരു വാർത്ത പ്രചരിക്കുന്നത് അടുത്തു വരാതിരിക്കുന്ന ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സ്വാധീനത്തെ അവർക്ക് തന്നെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ശ്രദ്ധ മറ്റു വഴിയിലേക്ക് തിരിച്ചുവിടേണ്ടത് അനിവാര്യമാണ്. അതിനുവേണ്ടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇത്തരം ചില വർഗീയ പരാമർശങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ വസ്തുത തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളും മറ്റ് സോഷ്യലിസ പ്രസ്ഥാനങ്ങളുമൊക്കെ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പ്രസ്താവനയെ കാര്യമായ ചർച്ചയ്ക്കെടുക്കാത്തതും അതിന് മറുപടി പറയാത്തതുമൊക്കെ അതുകൊണ്ട് തന്നെയാണ്.